ഇതാണ് ഒറിജിനൽ കൂൺ എന്ന് വെച്ചാൽ നമുക്ക് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന കൂണാണ്. ഇത് ഇന്നെനിക്ക് പറമ്പിൽ നിന്നും കിട്ടിയതാണ്. ഇത് ഒരുപാടുണ്ട്, ഒരു ബക്കറ്റ് നിറയെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് മഴ നനഞ്ഞുകൊണ്ടാണ് പറിച്ചെടുത്തത്, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഇത് ഹരിതകമില്ലാത്ത സസ്യമായതിനാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് നശിച്ചു പോകും. അതുകൊണ്ട് ഇത് നമുക്ക് എത്രയും വേഗം ഇതൊന്ന് കുക്ക് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഒരു കുട തുറന്ന് പിടിച്ചതുപോലുണ്ട്, അതേ ഒരു ഷേപ്പാണ് ഇതിന്. ഇനി ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കണം. കൂണിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. ഇതിൽ മഴ പെയ്ത് മണ്ണ് തെറിച്ചതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് പറ്റി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം മാറ്റുന്നത്. ഇത് ശരിക്കും കളയേണ്ട ആവശ്യമില്ല. ഇതിന് രുചി മാത്രമല്ല, ആരോഗ്യ ഗുണങ്ങളും ഏറെയാണ്. കൂണിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ, അമിനോ ആസിഡ്, ബീറ്റാ ഗ്ലൂക്കൻസ്, ലിനോലൈക് എന്നിവ അടങ്ങിയിരിക്കുന്നു. സ്തനാർബുദത്തിന് പ്രധാന കാരണമായ ഈസ്ട്രജന്റെ വികസനം തടയുന്നു. കൂണിൽ അടങ്ങിയിട്ടുള്ള ലിനോലൈക് ആസിഡ് ആണ് ഇതിനെ തടയാൻ സഹായിക്കുന്നത്. കൂണിൽ അടങ്ങിയിരിക്കുന്ന നാരുകളും എൻസൈമുകളും കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനാൽ ഇത് ഹൃദ്രോഗികൾക്കും കഴിക്കാവുന്നതാണ്. ഇതിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് എല്ലുകൾക്ക് ബലം കിട്ടാൻ സഹായിക്കുന്നു. ധാരാളം ജലാംശവും നാരുകളും അടങ്ങിയിട്ടുള്ളതിനാൽ നിരവധി രോഗങ്ങളെ തടയാൻ ഇത് സഹായിക്കുന്നു. കൂണിൽ കൊഴുപ്പ് അടങ്ങിയിട്ടില്ലാത്തതിനാൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ശരീരഭാരം കൂടുമോ എന്ന് ആശങ്കപ്പെടേണ്ടതില്ല. കൂണിൽ മണ്ണ് പറ്റിയതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ തണ്ട് കൂടി നെടുകെ പിളർന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, സവോള കൊത്തി അരിഞ്ഞത്, 2 തക്കാളി, 4 പച്ചമുളക്. ഇത്രയും ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാത്രം അടുപ്പിൽ വയ്ക്കുക. പാത്രം ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 4 ഏലക്കായ, ഗ്രാമ്പു, 2 ചെറിയ പീസ് പട്ട. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ചു നേരമൊന്ന് ഇത് അടച്ചു വയ്ക്കുക. ഇപ്പോൾ സവോളയുടെ നിറമെല്ലാം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്,
2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റണം. നമ്മുടെ കൂണിൻ്റെ അളവനുസരിച്ചിട്ട് വേണം ഈ പൊടികളെല്ലാം എടുക്കാൻ. ഇത് ഞാനിവിടെ ഇത്രയും എടുത്തത് കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ടാണ്. ഞാനിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 2 തക്കാളി, 4 പച്ചമുളക് ഇവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ക്യാമറ ഇടയ്ക്ക് വെച്ചൊന്ന് ഓഫായിപ്പോയി. ഇനി ഇതിൻ്റെ എല്ലാം പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. അതിനുവേണ്ടി ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഞാനിവിടെ കൂണ് 2 വിധത്തിൽ ഉണ്ടാക്കുന്ന റെസിപ്പി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കൂണ് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ കൂണിൽ തന്നെ ജലാംശം നന്നായിട്ടുണ്ട്. കൂൺ വെച്ച പോലെയെന്ന് പഴമക്കാർ പറയുന്നത് നിങ്ങളും കേട്ട് കാണും. അതാണിനി കാണാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു പാത്രം നിറയെ കൂണുണ്ട്. ഇനി ഇത് വെന്ത് വരുമ്പോൾ വളരെ കുറച്ചേ കാണൂ. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ ഇനി ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത ശേഷം നോക്കിയിട്ട് മാത്രം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ കൂണ് കാണുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരികയാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കുട്ടിപ്പടയെല്ലാം ചേർന്ന് ഫോറസ്റ്റ് ഏരിയയിലെല്ലാം കൂൺ അന്വേഷിച്ച് പോകാറുണ്ടായിരുന്നു. വല്ലപ്പോഴും കിട്ടിയെങ്കിലായി, അത്രയേ ഉള്ളൂ. ഇങ്ങനെ കാണുമ്പോൾ ഇതിൽ ഒട്ടും വെള്ളം ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇനി ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ ഈ കൂണിൽ ഉള്ള വെള്ളം ഇതിനകത്ത് നിന്ന് ഇറങ്ങി വരും. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിന് ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് വെന്തിട്ടുണ്ടാവും. ഇതിന് വേവ് വളരെ കുറവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ ഇത്രയും വെള്ളം അതിനകത്തുനിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, കൂണിൽ നിന്ന് തന്നെ വെള്ളം, എത്രയേറെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. ഇനി ഇത് ഇങ്ങനെ ഇരുന്ന് തന്നെ വെള്ളം ഒന്ന് വറ്റണം. നമുക്ക് ഏത് ഗസ്റ്റിൻ്റെ മുന്നിലും വിളമ്പി വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ് നമ്മുടെ ഈ കൂണെന്ന് പറയുന്നത്. ഒന്നുകൂടി വെള്ളം വറ്റാനുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ ചാറ് അല്പം കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ് ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിതെന്തായാലും കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. ഇത് ചപ്പാത്തിയുടെ എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിത് ഇറക്കി വെക്കുകയാണ്. ഇനി ഞാൻ മറ്റൊരു പാത്രം വെക്കുകയാണ്.
ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഇവ ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഇത് ബ്രൗൺ കളറായി വരുമ്പോൾ ചെറിയൊരു സവാള കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം. ഇപ്പോൾ സവാള റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കൂൺ വേവിച്ചത് ആഡ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ കൂൺ മസാല നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കൂൺ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് മറ്റൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി പറയുന്ന റെസിപ്പി കൂണ് കൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിലെല്ലാം വല്യമ്മമാരെല്ലാം ചെയ്തിരുന്ന അതേ റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെയുള്ള ഒരു റെസിപ്പിയാണ്. ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി 2 സ്പൂൺ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇവ 1/2 സ്പൂൺ വീതം ചതച്ചത്. ഇത്രമാത്രം ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. കൂണിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ്. ഇനി ഇതൊന്ന് വറ്റി വരട്ടെ. പഴയ ആളുകൾക്കൊന്നും സവോള ചേർത്തിട്ടുള്ള വിഭവങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല. അവർക്ക് ഇതുപോലെ ഉള്ള വിഭവങ്ങൾ തന്നെയാണ് ഏറെ പ്രിയം. സവോള ചേർക്കുമ്പോൾ അതിന് ഒരു മധുരം ഉള്ളത് കൊണ്ടാവാം അവർക്കതത്ര പിടിക്കാത്തത്. ഇപ്പോൾ ഏകദേശം ഇതിലുള്ള വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്തായിരുന്നാലും ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്കെല്ലാം ഇത് അറിയാമായിരിക്കും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂൺ പിരട്ട് റെഡി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.